ഒരു കാലത്ത് തമിഴ് പുലികൾ അടക്കി ഭരിച്ചിരുന്ന ശ്രീലങ്കയിലെ ജാഫ്നയിലേക്കാണ് ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ മണ്ണാറിലെ ഞങ്ങൾ എടുത്ത റൂമിൻ്റെ ഇവിടെയാണ്. റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തു. 11 മണിയായി. അപ്പോൾ ഇവിടുന്ന് നേരെ ഇനി ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോവുകയാണേ. ഇവിടെ ഒരു മാവൊക്കെയുണ്ട്. ഇതാ ഇഷ്ടംപോലെ മാങ്ങകളൊക്കെ കാണാം. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ ഇറങ്ങി നടക്കാം. ഇവിടെ നിന്നൊരു 900 മീറ്ററേ ഉള്ളൂ ബസ് സ്റ്റാൻഡിലേക്ക്. നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടി തന്നെയായിരുന്നത്. പേൾ റെസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ബഡ്ജറ്റ് റൂംസാണ് ഇവിടെയുള്ളത്. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്. മണ്ണാറിൽ നിന്ന് ജാഫ്നയിലേക്ക് 120 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിനൊന്നുമില്ല. അപ്പോൾ പിന്നെ ബസ്സിന് തന്നെ എന്തായാലും പോവാം. ഇവിടെ തന്നെ ഇതാ ഒരു ബസ്സൊക്കെ ഉണ്ട്. നമ്മളെടുത്ത പ്രോപ്പർട്ടീൻ്റെ ഇവിടെ തന്നെ വലിയൊരു പള്ളിയുണ്ട്. തലൈമന്നാറിലേക്കുള്ള ബസ്സൊക്കെ ഇവിടുന്ന് തന്നെ കിട്ടും. ഇതൊരു കുട്ടി ബസ്. ഈ ബസ് തലൈമന്നാറിലേക്ക് പോകുന്നതാണ്. ഇവിടുന്ന് 30 കിലോമീറ്റർ ദൂരമുണ്ട്. 1 മണിക്കൂർ യാത്ര. ബസ് സ്റ്റാൻഡ് എത്താനായി. ബസ്സിൽ കയറുന്നതിന് മുന്നേ തന്നെ ലഘുവായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഇവിടെ ഒരു ബേക്കറി ഉണ്ട്. ഒരുപാട് സ്നാക്സുകൾ ഇതാ ഇവിടെ കാണാം. റോളാണ് വാങ്ങിച്ചത്. ഇത് ചിക്കൻ റോളാണ്. അതുപോലെ തന്നെ ഇത് ബീഫ് റോളും പിന്നെ 2 ചോക്ലേറ്റിൻ്റെ മിൽക്ക് ഷേക്കും വാങ്ങി. ആദ്യം തന്നെ നമുക്ക് ബീഫ് കഴിച്ചു നോക്കാം. ബീഫിൻ്റെ ചെറിയ ചെറിയ പീസുകളാണുള്ളത്. ഇത് ചിക്കനാണ്. നമ്മുടെ ചിക്കൻ റോളില്ലേ, സെയിം അത് തന്നെയാണ്. ഏതാ ടേസ്റ്റ് തോന്നിയത്, ബീഫാണോ ചിക്കനാണോ? ബീഫ്. ഇതാണ് ടേസ്റ്റ്. ബേക്കറിയിലായത് 680 LKR ആണ്, അതായത് 195 രൂപ. ഇനി ഇവിടുന്ന് ജാഫ്നയിലേക്കുള്ള ബസ് കയറാം. യാഴ്പ്പാനം എന്നാണ് തമിഴിൽ ജാഫ്നയെ അറിയുന്നത്. ആ ഭാഗത്താണ് ജാഫ്നയിലേക്കുള്ള ബസ് കിട്ടുക. ആ ഒരു റെഡ് കളറിലുള്ള ബസ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതില് ജഫ്ന എന്നല്ലല്ലോ എഴുതിയത്. ജാഫ്ന. ജാഫ്ന ഇതാണ് ജാഫ്നയിലോട്ടുള്ള ബസ്. ബസ് പുറപ്പെടാനായിട്ടില്ല. ഫ്രണ്ടിലൊന്നും സീറ്റ് കിട്ടിയില്ല. കിട്ടിയത് ഈ ഭാഗത്താണ്. നല്ല ചൂടല്ലേ അല്ലേ? ഇരിക്കാൻ പറ്റുന്നില്ല, ഒരു പരുവായി. കാരണം വേർത്ത് കുളിക്കും. കാരണം ഇതെല്ലാം മൊത്തം കൺജസ്റ്റഡ് ആണ്. നമുക്ക് വ്യൂ കിട്ടണമെങ്കിൽ മുന്നിലോട്ട് തന്നെ വരണം. കുഴപ്പമില്ല, അത് നമുക്ക് ആ ഒരു ഭാഗമൊക്കെ ആവുമ്പം ഇവിടത്തോട്ട് വരാം. കാലെന്നെ മര്യാദക്ക് വെക്കാൻ സ്ഥലമില്ല അല്ലേ? അതുപോലെ ഈ ബാഗില്ലേ, അവിടെ വെക്കാനും പറ്റില്ല. അപ്പൊ ഇത് വല്ലാത്തൊരു യാത്ര തന്നെ അല്ലേ? ഒരു 3.5 മണിക്കൂർ ഉണ്ട് യാത്ര. 12 മണിക്കാണ് ഇവിടുന്ന് ബസ് എടുത്തത്. എത്ര മണിക്കൂർ കൊണ്ട് അവിടെ എത്തും നോക്കാം. മണ്ണാർ, ലങ്ക, അശോക് ലൈലാൻഡ്. പിന്നെ ബസ്സിൻ്റെ ഉള്ളിൽ നല്ല തമിഴ് പാട്ടാണ്. ഇവിടെ നിന്നും ശ്രീലങ്കൻ പാട്ടുകളൊന്നും അല്ല, എല്ലാം ഇന്ത്യൻ പാട്ടുകളാണ്. മന്നാർ ദ്വീപിന്ന് നമ്മൾ ഇറങ്ങുവാണ്. റോഡിന്റെ 2 ഭാഗത്തും കടലാണ്. ആ കടലിന്റെ നടുഭാഗത്തൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. നല്ല രസാ. നല്ല കാറ്റാണ് ഇവിടെ. മെടവാച്ചിയ അനുരാധപുര റൂട്ടാണ് ഈ കാണുന്നത്.
ജാഫ്നയിലേക്കുള്ള റോഡ് ഇതാണ് ആ ഒരു പ്രധാന ജംഗ്ഷൻ. ബസ് ടിക്കറ്റ് എടുത്ത് 914 LKR ആണ് ടോട്ടലായത്. അതായത് ഒരാൾക്ക് 457 LKR. ലഞ്ച് ബ്രേക്കിന് വേണ്ടി 10 മിനിറ്റ് നിർത്തിയിരിക്കുകയാണ്. ഈ ജാഫ്നയെ തമിഴിൽ യാഴ്പ്പാണെന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല. തമിഴിൽ ഇവിടെ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഇതൊരു 1.5 സ്പീഡായിരുന്നു. ഇതിൻ്റെ ലിവറിയൊക്കെ കാണണ്ടേ, വെറൈറ്റി ആണ്. ഇതിൻ്റെ ആ ഒരു ലിവറി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഒരു ഗവൺമെൻറ് ബസ് വരികയാണ്. നമുക്കിപ്പോൾ നിലവിൽ ഫ്രണ്ട് സീറ്റ് കിട്ടി. ഇനി നല്ല കിടിലൻ കാഴ്ചകളൊക്കെ കാണണ്ടേ. എനിക്ക് തോന്നുന്നു ഇതിലൂടെ പോകുന്ന ബസ്സുകളൊക്കെ ലഞ്ച് ബ്രേക്കിന് വേണ്ടി നിർത്തുന്നത് ഇവിടെയാണെന്നാണ് തോന്നുന്നത്. ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇനി കടക്കാൻ പോകുന്നത്. രണ്ട് ഭാഗത്തും കടലാണിതാ. ഇത്ര അടുത്താണ്. ഇവിടെ മുഴുവനും നെൽപ്പാടാണ്. ഇവിടെ മുഴുവനും വെള്ളം തന്നെയാണ്. മൂന്നേ 10 ജാഫ്നയിലേക്ക് ഇതാ ബസ് തിരികെയാണ്. ഇത് നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് പോവുക. ഞങ്ങൾ അവിടെ തന്നെയാണ് ഇറങ്ങുന്നത്. ഈ ബസ്സിലാണേ വന്നത്. പെട്ടെന്ന് തന്നെ എത്തി. ഞങ്ങള് ഇവിടെ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. പോയി അന്വേഷിച്ച്, അതായത് ബാർഗെയിൻ ചെയ്ത് എടുക്കാനാണ് ഒരു പ്ലാൻ. ഇപ്പൊ ഇവിടെ നല്ലൊരു ഹോട്ടൽ നോക്കണം. ഇവിടെ ബാർഗെയിൻ ചെയ്തിട്ട് ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടിയില്ലെങ്കിൽ ഓൺലൈൻ വഴി നോക്കാം എന്നാണ് വിചാരിച്ചത്. ഓൺലൈനിൽ നോക്കിയ സമയത്ത് ഈ ഭാഗത്തൊന്നും നല്ലൊരു റേറ്റിൽ റൂം കണ്ടില്ലായിരുന്നു.
ഇവിടെ ആണെങ്കിൽ നല്ല ബ്ലോക്കാണ്. ഈ ഭാഗത്ത് ഇപ്പോൾ ഒരു 500 മീറ്ററായി നടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഒരു ഹോട്ടലൊന്നും കണ്ടിട്ടില്ല. ഈ റൂം ബുക്ക് ചെയ്തില്ലെങ്കിൽ ഇതാണ്, ഒരുപാട് നേരം സമയമെടുക്കും റൂം കണ്ടെത്താൻ. ഏറ്റവും നല്ലത് ബുക്ക് ചെയ്തിട്ട് വരുന്ന തന്നെയാണ്. ജാഫ്ന ഇൻ റൂംസ് എന്നൊക്കെ കാണുന്നുണ്ട്. ഇവിടെ പോയിട്ട് എത്രയാണ് റൂമിൻ്റെ റേറ്റ് എന്നൊക്കെ നോക്കാം. ഇതാ ഇത് കണ്ടിട്ടൊരു നല്ല പ്രോപ്പർട്ടി തന്നെ തോന്നുന്നുണ്ട്. നമുക്ക് പോയിട്ട് എത്രയാണ് റൂമിന് റേറ്റ് എന്നൊക്കെ ചോദിച്ച് നോക്കാം. അവിടെ പറ്റില്ല. അവിടെ ഒരു ദിവസത്തേക്ക് നോൺ AC റൂമിന് 2600. ഞങ്ങൾക്ക് ഇവിടെ 3 ദിവസത്തിൻ്റെ അടുത്ത് റൂം വേണം. അപ്പം 3 ദിവസം ആകുമ്പോഴത്തേക്ക് എത്ര റേറ്റ് വരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. വേറെ നോക്കാം. ഇവിടെ ഒരു റൂംസ് എന്നുള്ളൊരു ബോർഡ് കാണുന്നുണ്ട്. അതായത് ഇവിടെ നോക്കാം. ഇനി ഇവിടെ ഇല്ലെങ്കിൽ അടുത്തടുത്തോട്ട് പോ. അങ്ങനെയല്ലേ, ആദ്യം ഇവിടെ കയറാം. അങ്ങനെ അവിടെ തന്നെ റൂം കിട്ടിയിരിക്കുകയാണ്. 2 ബെഡ് ഇവിടെ കാണാം. പിന്നെ ഇത് നോൺ AC റൂമാണ്. ചെറിയൊരു മുറിയാണ്. ടോയ്ലറ്റും ബാത്റൂം ഒക്കെ ഇവിടെയാണ്. പിന്നെ ഇവിടെ ഇതാ ഒരുപാട് പ്ലഗ് പോയിന്റുകൾ. ഈ ശ്രീലങ്കയിലത്തെ പ്ലഗുകൾ കണ്ട ഒരു വെറൈറ്റി ആണ്. അതുപോലെ തന്നെ ശ്രീലങ്കയിലേക്കൊക്കെ വരുന്നവരുണ്ടല്ലോ ഈ ഒരു പ്ലഗ് കണക്ടർ കൊണ്ടുവന്നു കേട്ടോ. ഓൺലൈൻ വഴി വാങ്ങിയിട്ട് എങ്ങനെ വേണമെങ്കിൽ. കാരണം വെച്ചാല് ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ എല്ലാം പ്ലഗ് ചതുരത്തിലാണ്. നമ്മുടെ നാട്ടില് വട്ടത്തിലല്ലേ ഇതാ ഈ സംഭവത്തിൽ കുത്തിയിട്ട് വേണം നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി. ഇതില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. പിന്നെ ഈ റൂമിന്റെ വന്നിട്ടൊരു ഡ്രോബാക്ക് എന്നൊക്കെ എടുത്തു പറയാനായിട്ട് ഭയങ്കര ചൂടാണ്, നല്ല ചൂടാണ്. പിന്നെ AC റൂം നമ്മളുടെ ആ ഒരു ബഡ്ജറ്റിന് കിട്ടൂലല്ലോ, നല്ല പൈസ കൂടിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ ഒരു ദിവസം 3000 ലങ്ക റുപ്പീസ്, അതായത് 850 ഇന്ത്യൻ റുപ്പി. അങ്ങനെ ഞങ്ങൾ 2 ദിവസത്തേക്കാണ് ഇപ്പൊ ഇവിടെ റൂം എടുത്തിരിക്കുന്നത്. അപ്പം അധികം വൈകാതെ തന്നെ ഞങ്ങൾ ജഫ്നന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ്. റൂമിൽ നിന്നൊക്കെ ഇറങ്ങിയ 5 മണിയായി. ഇനിയിപ്പോ ഈ വൈകുന്നേരത്തെ ജാഫ്നയുടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. നേരെ ഇതാ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളുടെ റൂമുള്ള ഭാഗത്തുനിന്ന് അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. അതുപോലെ അവിടുന്ന് 800 മീറ്ററേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്കും. ഇവിടെ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്, നല്ല തിരക്കാണ്. പിന്നെ ഇവിടെ നല്ല ചൂടാണ്. ബസ് സ്റ്റാൻഡിന്റെ ഇവിടെ മാത്രമാണല്ലോ ഇത്രയും തിരക്ക്. ഇവിടെ ഒരു മെയിൻ മാർക്കറ്റൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. ആദ്യം ഈ തിരക്കുന്നൊന്നും മാറട്ടെ. ഇവിടെയാണ് ബസ് സ്റ്റാൻഡ്. വെയിലിനൊക്കെ എന്താ ശക്തി. ഇവിടെയും ഇത് ലോക്കൽ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ചെറിയ ചെറിയ റൂട്ടിലേക്ക്. ഭാഗത്തേക്ക് ഒരുപാട് ടെക്സ്റ്റൈൽസ് ആണുള്ളത്. ഞങ്ങളൊരു കൂൾ ബാറിൽ കയറിയിരിക്കുകയാണ്. 2 നട്ട്സ് ഐസ്ക്രീം വാങ്ങിച്ചിരിക്കുകയാണ്. 270 LKR, അതായത് ഇന്ത്യൻ റുപ്പീസ് 77 രൂപ. ഈ ചൂടത്ത് ശരിക്കും പറഞ്ഞാല് ഇത് കഴിക്കാൻ നല്ലൊരു ആശ്വാസമായിരിക്കും അല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ചൂടല്ല കേട്ടോ. ജസ്റ്റ് ആ റൂമിൽ നിന്ന് ഇറങ്ങി ഇവിടെ വരുമ്പോഴത്തേക്ക് എന്നെ വേർത്ത് കുടിച്ചെന്ന് പറയാൻ സമയം 5 മണിയായിട്ട് പോലും. ഇവിടുത്തെ ഐസ്ക്രീമിന്റെ ഒക്കെ ചെറിയൊരു മെനു ലിസ്റ്റ് ഇവിടെ ഉണ്ട്. താരതമ്യേന വലിയ പൈസയൊന്നും ഇല്ല ഇവിടെ. ജഫ്നയിലെ വെജിറ്റബിൾ മാർക്കറ്റിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഓരോ ഭാഗത്തേക്കും പോവാം. വെജിറ്റബിൾ മാർക്കറ്റിന് പുറമെ തന്നെ ഫിഷ് മാർക്കറ്റൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇത് ചക്കയാണ്, ചക്ക. പിന്നെ ഇവിടെ മാങ്ങ, തണ്ണിമത്തൻ, അങ്ങനെ പലതും ഉണ്ട് ഇവിടെ. ചക്ക കൂടുതലായിട്ടുണ്ട്. പിന്നെ തേങ്ങയുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ പഴമാണ്, പഴക്കൊലകൾ.
പിന്നെ ഇവിടെ കരിമ്പുണ്ട് ഇതാ. നമുക്ക് ചക്കയെന്ന് പിന്നെ ചക്കയാണ്, എല്ലായിടത്തും ചക്കകളാണ് ഇതാ. ഇപ്പൊ ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് ചക്കകളുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ബേക്കറികളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇവർ തന്നെ ഇവിടുന്ന് ഉണ്ടാക്കി വിൽക്കുന്നതാകാം. ജാഫ്നയിലെ കെട്ടിടങ്ങളൊക്കെ കണ്ടോ, കുറച്ച് വ്യത്യസ്തമാണ്. ഇവിടുന്ന് ഫിഷ് മാർക്കറ്റിലേക്ക് 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. ഇതുവഴി നേരെ പോയാൽ മതി. റോഡിൻ്റെ നടുക്കാണ് പാർക്കിങ്. ഓട്ടോറിക്ഷയും 2 വീലറൊക്കെ അവിടെയാണ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ്. പൊതുവെ തിരക്കുള്ളൊരു സിറ്റി തന്നെയാണ് ജഫ്ന. ജാഫ്നയിലെ ഗവൺമെൻറ് ബസ് സ്റ്റേഷൻ ഇതാണ്. കാരണം ഇവിടെ ഗവൺമെൻറ് ബസ്സുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഒരു ബസ് സ്റ്റേഷൻ കണ്ടില്ലേ, അപ്പോൾ അത് പ്രൈവറ്റ് ബസ്സുകൾ മാത്രം ഉള്ളതാണ്. ഫിഷ് മാർക്കറ്റിന്റെ അവിടം വരെ വെറുതെ നടന്നു. അവിടെ ഇപ്പൊ 5:30 ആയല്ലോ, ഒന്നും തന്നെ ഇല്ല. നാളെ രാവിലെ ഇനി വരാനാണ് പറഞ്ഞത്. എന്നാ പിന്നെ ഈ ഒരു കടൽ തീരം വഴി ഇങ്ങനെ നടക്കാന്ന് കരുതി. ഇവിടെ ഒരുപാട് ചെറിയ വള്ളങ്ങളൊക്കെ ഇവിടെ കെട്ടിയിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ വലിയ ബോട്ടുകളും ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു വെള്ളത്തിൽ അവരെന്തോ ഇവിടെ ആ ബോട്ടിലെന്തോ വർക്ക് ചെയ്യാണ്. അങ്ങ് ദൂരത്തായി മറ്റ് ബോട്ടുകളും നിർത്തിയത് കാണാം. സൂര്യാസ്തമയം ആകാനായി. ഇവിടെ തന്നെയാണ് ഡച്ച് ഫോർട്ട്. ഞാൻ ഈ ഒരു ഫോർട്ടിന്റെയും ഈ കടൽ തീരത്തിന്റെയും ഭാഗത്തേക്കൂടെ നടക്കാമെന്ന് കരുതി. വൈകുന്നേരങ്ങളിൽ ഇവിടൊക്കെ വന്നിരിക്കാം, നല്ല കാറ്റൊക്കെ കൊണ്ട് പോവാം. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ചെറിയ ടീ ഷോപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം മണ്ണാർന്ന് കഴിച്ചില്ലേ ചിക്കൻ റോള്, അങ്ങനത്തെ പല റോളുകളൊക്കെ ഇവിടെ കിട്ടും. അത് ഈ ഒരു ശ്രീലങ്കയിലത്തെ മെയിനാണ്. ചിക്കൻ റോള്, ബീഫ് റോള്, ഫിഷ് റോള്, വെജിറ്റബിൾ റോള്, അങ്ങനെ എല്ലാം ഉണ്ട്. സൂര്യാസ്തമയം ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ ഇവിടെ ആകും. കോട്ടയുടെ മുൻഭാഗത്തായി ചെറിയൊരു കുളമൊക്കെ കാണാം. അങ്ങ് അതിലൂടെ ബസ്സൊക്കെ പോകുന്നുണ്ടതാ. കടലിന്റെ നടുഭാഗത്തൂടെയാണ് റോഡ്. അതായത് അവിടെ നിന്നാൽ നല്ലൊരു വ്യൂ ആയിരിക്കും. എന്നാൽ സമയം കളയാതെ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. അതായത് അങ്ങ് അതിലൂടെയാണ് ആ റോഡ്. ഇങ്ങനെ കടന്നു പോകും. സൂര്യൻ എവിടെയുണ്ട്, അസ്തമിക്കാനായിട്ടില്ല. അസ്തമിക്കുന്നതിന് മുന്നേ തന്നെ നമുക്കിതിലൂടെ യാത്ര ചെയ്യാം. ഇതുവഴിയാണ് നടന്നു വന്നത്. ഇവിടെ ഇതാ ഒരുപാട് സ്നാക്സുകൾ. ഇവിടെ സമൂസേനെ പോലുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഇത് ചെറിയ റൗണ്ട് ആ തരത്തിലുള്ള സാധനങ്ങളാണ്. ഇവിടുന്ന് ഇതാ ഇതുവരെ കുറച്ച് റെഡിയാക്കുന്നുണ്ട്. ഹായ്. ഈ ഭാഗത്ത് എന്തൊക്കെയോ അതന്നെയാണോ അതിലുണ്ടാക്കുന്നത്. ആ പറഞ്ഞ റോഡില്ലേ, അത് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ശ്രീലങ്കയിലെ ഒരുപാട് ദ്വീപുകളുണ്ട്. അതായത് മണ്ടേ ദ്വീപ്, നൈന ദ്വീപ്, ആ ഭാഗത്തേക്കുള്ള റോഡാണിത്. അതായത് 2 ഭാഗത്തും കടലാണ്. അതിൻ്റെ നടുഭാഗത്തൂടെയാണ് ഈ റോഡ്. അടിപൊളിയല്ലേ? വണ്ടിയിൽ പോകുമ്പോൾ പെട്ടെന്ന് തീരും. നമുക്ക് നടന്നിട്ട് തന്നെ പോവാം. അതാണ് രസം. അതും ഈ ഒരു വൈകുന്നേരം സൂര്യാസ്തമയമൊക്കെ ആവുന്ന ആ ഒരു സമയത്ത്. നൈനാദ്വീപ് ഭാഗത്തേക്കുള്ള ബസ്സാണത്. വെള്ളം ഇവിടം വരെ വരുന്നുണ്ട്.
നല്ല കാറ്റാണ് ഇവിടെ. ഇതിന്റെ ഈ ഭാഗത്തുള്ള ഇതേ കാഴ്ച തന്നെയാണ് അവിടെ. എന്നാലും നമ്മൾ രണ്ട് ഭാഗത്തേക്കും പോകണമല്ലോ. സൂര്യാസ്തമയം ഇവിടെ തന്നെ കാണാം. കാരണം അത്രയും നല്ല ക്ലിയറോടെ നമുക്കത് കാണാനായി സാധിക്കും. എന്തായാലും കുറച്ച് ഇതിലൂടെ നടക്കാം. ഈ ജോഗിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. രാവിലെയൊക്കെ നല്ല രസമായിരിക്കും. ആ പകുതി ഭാഗം വരെ കാണാൻ പറ്റുള്ളൂ. കാരണം ബാക്കി അങ്ങോട്ട് വിസിബിൾ ഉണ്ടാവില്ല. സൂര്യൻ താഴ്ന്ന് വരുന്നത് കാണുന്നില്ലേ? അവിടെ ഇപ്പം മറയും. കാരണം ബാക്കി ആ ഭാഗത്തേക്ക് നല്ല മേഘങ്ങളാണ്. ഇപ്പം സൂര്യൻ അപ്രത്യക്ഷമാകും. ജാഫ്ന തമിഴ് യാഴ്പ്പാണെന്ന് പറയും. അഥവാ നമ്മുടെ ശ്രീലങ്കയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള നോർത്തേൺ പ്രൊവിൻസിന്റെ ആസ്ഥാനം വരുന്നത് ഈ ഒരു നഗരമാണ്. നമ്മളെല്ലാവരും LTTE കേട്ടിട്ടുണ്ടാവും. മുമ്പ് ശ്രീലങ്കയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരു വിഭാഗമാണ്. 1986 LTTE ഈ പറഞ്ഞ ജാഫ്ന നഗരം കീഴടക്കുകയുണ്ടായി. ശേഷം 1989 മുതൽ 95 വരെ LTTE ആണ് ഈ പറയുന്ന ജാഫ്ന നഗരമൊക്കെ ഭരിച്ചിരുന്നത്. പിന്നീട് എന്താ പറയാ, ശ്രീലങ്ക സൈന്യം അവരിൽ നിന്ന് തിരിച്ചു പിടിക്കുകയുണ്ടായി. നേരത്തെ പറഞ്ഞ നൈനാദ്വീപില്ലേ, അങ്ങോട്ടേക്ക് പോകുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഇഷ്ടം പോലെ വണ്ടിയുണ്ട്, ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്. മനോഹരമായ യാത്രയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നിർത്തിയത് LTTE കാര്യം പറഞ്ഞിട്ടാണല്ലോ. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആഭ്യന്തര യുദ്ധമൊക്കെ ഉണ്ടായിരുന്നു. ആഭ്യന്തര യുദ്ധം നടക്കുന്നതിന് മുമ്പേ ശ്രീലങ്കയിലത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരം വരുന്നത് ജാഫ്നയായിട്ടുണ്ടായത്. പിന്നീട് എനിക്ക് ഇപ്പോൾ ഒരു 12ാമത്തെ നഗരം കണ്ടാണ്. അതുപോലെ തന്നെ നഗരത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുടെ വിഭാഗം എന്ന് പറഞ്ഞാൽ ശ്രീലങ്കൻ തമിഴരാണ്. പതിയെ നമുക്ക് ഇവിടുന്ന് മാറാം. കാരണം ഞങ്ങൾ നൈനാദ്വീപിൻ്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതുവഴി എന്തായാലും ബസ് യാത്രയ്ക്ക് ഉണ്ടാവുമല്ലോ, അതെന്തായാലും മനോഹരമായിരിക്കും. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ടൗൺ ഭാഗത്തേക്ക് തന്നെ നടക്കാം. ഒരു ഓട്ടോയിൽ പാട്ടൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ടല്ലോ. ഐസ്ക്രീം നല്ല പാട്ടൊക്കെ വെച്ച് അങ്ങ് പോവുകയാണ്. 1618 പോർച്ചുഗീസുകാരാണ് ഈ കോട്ട നിർമ്മിച്ചത്. 1948 വരെ ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ് ഈ കോട്ട ഉണ്ടായിരുന്നത്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കോട്ട തന്നെയാണിത്. ഇനി ഇവിടുന്ന് ടൗണിന്റെ ഭാഗത്തേക്ക് 500 മീറ്ററേ ഉള്ളൂ. ഇരുട്ടായി വരികയാണ്. പക്ഷെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നൈറ്റ് ലൈഫിനൊക്കെ പറ്റിയൊരു നല്ല സ്ഥലം തന്നെയാണിത്. ഞാനൊരു കാര്യം എടുത്തു പറയാം. പറഞ്ഞോ. ഒരു തുറമുഖ തീരപ്രദേശ സ്ഥലമാണെങ്കിൽ കൂടി നമ്മൾ നേരത്തെ പോയ സമയത്ത് അവിടെ ഫിഷും മറ്റു കാര്യങ്ങളൊക്കെ എറിഞ്ഞിട്ട് ഒരു വേസ്റ്റിന്റെ ചെറിയൊരു കാണാം. പക്ഷെ ഇവിടെ നല്ല വൃത്തിയല്ലേ? നല്ല വൃത്തിയാണ്. നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ ഇവര് പരിപാലിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് കയറാം. ഇവിടെയും എന്തെങ്കിലും ഉണ്ടാവുമോ നോക്കാം. അധികമൊന്നുമില്ല കേട്ടോ. ഇവിടെയുണ്ട്, ഇവിടെ കുറച്ച് മീനുകളുണ്ട്. ഇതാ ഇവിടെ ഞണ്ടുണ്ട്, ജാഫ്ന ക്രാബ്. ഇപ്പോൾ കുറച്ച് നീളത്തിലുള്ള മീനുകളൊക്കെ ഉണ്ട്. പിന്നെ കൊഞ്ചുണ്ട്. ഇതിന് ജീവനൊന്നുമില്ല കേട്ടോ ക്രാബിന്. ഇത് നീരാളിയല്ലേ? ഇതെന്നാ മീൻ? ഇത് കണവ. അത് ഇത് നീരാളിയല്ലേ? ഇത് നീരാളിയൊന്നുമല്ല. അല്ലടാ. കണ്ടില്ലേ, ഫിഷ് മാർക്കറ്റിലൊന്നും അധികം ഐറ്റംസ് ഒന്നും ഇല്ല. ഇനി രാവിലെ ആവണം.
ഞാനത് വിചാരിച്ചു നീരാളിയാണ്. ആ നീരാളിയല്ല അല്ലേ? കണവാന്നാ പറഞ്ഞത്. കാരണം ആദ്യമായിട്ടാണ് അങ്ങനത്തെ ടൈപ്പില് എന്താ പറയാ ഫിഷ് ഐറ്റങ്ങൾ കാണുന്നത്. നൈറ്റിലും സിറ്റിന്റെ ഭാഗങ്ങൾ കാണാൻ അടിപൊളിയാണ്. മാർക്കറ്റിന്റെ ഭാഗത്തേക്കെല്ലാം ഇപ്പോഴാണ് തിരക്ക് വരുന്നത്. ഇനി ഇവിടെ നല്ലൊരു ഹോട്ടൽ നോക്കി രാത്രിക്കുള്ള ഭക്ഷണം കഴിക്കാം. ഈ ഭാഗത്ത് തന്നെ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്. കുറച്ച് പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിന്റെ ആ ഒരു ഭാഗത്തെത്തും. മാർക്കറ്റ് സൈഡിലേക്കൊക്കെ ഇപ്പോഴാണ് തിരക്ക് വന്ന് തുടങ്ങുന്നത്. നേരത്തെ ഈ ഭാഗം വഴി തന്നെയാണ് നടന്നു വന്നത്, ആ കൊടും ചൂടത്ത്. ഇപ്പം നല്ലൊരു തണുപ്പുണ്ട്, കാരണം കാറ്റുമുണ്ട് ചെറുതായി. ഒരു ഹോട്ടലിൽ കയറി രാത്രി കഴിക്കുന്നത് ഇടിയപ്പാണ്. 1 2 3 4 5 6 7 8 9 10 ഇടിയപ്പമുണ്ട്. അതായത് വയറ് നിറയും വരെ. അതെ, അതുപോലെ തന്നെ ഇവിടെ ഇത് ചമ്മന്തിയാണ്. പിന്നെ ഇത് കണ്ടിട്ട് പുളിശ്ശേരി ആണെന്ന് തെറ്റിയിരിക്കണ്ട, ഇതൊരു തേങ്ങയൊക്കെ കൊണ്ടുള്ള ഒരു കറിയാണ്. നേരത്തെ നമ്മൾ തന്നെ ഇത് പുളിശ്ശേരി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ അതെ. പിന്നെ ഇവിടെ ഒരു ചിക്കന്റെ ഗ്രേവി, കഷ്ണമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചു. അപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള അണ്ണ പേര് എന്നാ ഇന്ത്യയെ പറ്റി എന്നാ இந்தியா சட்டப்படி சூப்பர் நாடு, எங்களுக்கு எல்லாம் இந்தியா மக்களை ரொம்ப பிடிக்கும். നമ്മളെ ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ശ്രീലങ്കക്കാർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് വരണം എന്നുണ്ട്. എന്തായാലും വൺ ടൈം എന്തായാലും വാ, ഒരു ദിവസം വാ ഇന്ത്യക്ക്. கட்டாயம் வரும். இந்தியா பார்க்கணும் எங்களுக்கு ஆசை, சரியான ஆசை. എല്ലാവർക്കും വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ വിസയൊക്കെ കിട്ടാൻ ഭയങ്കര സാമ്പത്തികമായിട്ടൊക്കെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. 320 LKR ആണ് ഭക്ഷണത്തിനായത്. ഇന്ത്യൻ റുപ്പീസിലോട്ട് വരുമ്പം 92 രൂപ. എന്ത് നല്ല മനുഷ്യരാണ്. നമ്മൾ ഈ ക്യാമറ ഓണാക്കുന്നതിന് മുന്നേ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. എന്തോ അവർക്ക് നല്ല ഇഷ്ടമാണ് ഇന്ത്യക്കാരോട്. കാരണം ഇന്ത്യ ഒരുപാട് സഹായങ്ങൾ ഈ ശ്രീലങ്കയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതായത് നമ്മൾ ക്യാമറ ഓണാക്കുന്നത്, അതായത് ആളുകളായിട്ട് ഇടപഴകുന്നത് വളരെയധികം മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മളോട് ഭയങ്കര സംസാരിക്കാൻ വരും, നല്ല ഫ്രണ്ട്ലിയാണ് ശ്രീലങ്കക്കാർ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നേരെ നമുക്ക് റൂമിന്റെ ഭാഗത്തേക്ക് പോവാം. 4 മണി സമയത്താണ് ഇതിലൂടെ നടന്നു വന്നത്. എന്തൊരു തിരക്കായിരുന്നു ആ സമയത്ത്. അപ്പം നല്ല രസമാണ്. ഈ ശ്രീലങ്കയിൽ ഒരു രാത്രി 8 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. കടകളൊക്കെ പെട്ടെന്ന് അടക്കും. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെയാണ്, ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെയാണ് എപ്പോഴും രാത്രിക്ക് ഭക്ഷണം കഴിക്കാറ്. ഇപ്പം ഇവിടുന്ന് അടുത്ത് തന്നെയായി റൂം. അതായത് ഇത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡാണ്. അങ്ങനെ നടന്ന് റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ റൂമിൽ കുറച്ച് ചൂട് കൂടുതലാണ് അല്ലേ? അത് മാത്രമല്ല നമ്മൾ നടന്നിട്ട് വന്നില്ലേ, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇനി അതുപോലെ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഈ ജഫ്നയോട് തൊട്ടടുത്ത് എടുക്കുന്ന ഒരുപാട് പ്രദേശങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. മുമ്പ് തമിഴ് പുലികളൊക്കെ നല്ല രീതിയിൽ ആധിപത്യം സ്ഥാപിച്ച ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ഇറങ്ങി ചെല്ലുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ ആണ് അടുത്ത ദിവസം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു മെമ്മറീസ് ബൈ ബൈ.